ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂറിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഇതിൻ്റെ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഈ ബെയിൽ ഈസ് എ റൈറ്റ് ആൻഡ് ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ആനുകൂല്യത്തിൻ്റെ ഭാഗമായി നിയമത്തിൻ്റെ വിശാലതയാണ് ഈ ജാമ്യത്തിലേക്ക് പോകുന്നത്. അതല്ലാതെ കേസിൻ്റെ മെറിറ്റോ മറ്റോ ചർച്ച ചെയ്യേണ്ട ഒരു വേളയുമല്ല ഇത്, അല്ലേ? എന്താണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? തീർച്ചയായും അത് കാരണം ഈ കുറെ ദിവസങ്ങളായി അയാൾ ജയിലിലാണ്. അതിൽ സ്വാഭാവികമായും ജാമ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം. ഏതായാലും കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. ജാമ്യാപേക്ഷ ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം തന്നെ സമർപ്പിച്ചിരുന്നു. അത് സർക്കാരിന്റെ പോലീസിന്റെ നിലപാട് തേടിയിരുന്നു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യക്തമാക്കിയ നിലപാട് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്ന് തന്നെയാണ്. ഈ കേസ് സമൂഹത്തിന്റെ സന്ദേശമാകേണ്ട കേസാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നുള്ള നിലപാടാണ് പോലീസ് എടുത്തത്. പക്ഷേ ജാമ്യം നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ നിലപാട് എന്ന് മനസ്സിലാവുന്നു. ഏതായാലും ജാമ്യം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്ന് വാക്കാലുണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എന്താണ് കോടതി വിശദമായ ഇക്കാര്യത്തിൽ നിലപാട് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു കേസിൽ ബോബി ചെമ്മണ്ണൂർ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. അതാണ്. അപ്പോൾ ഈ സ്വാഭാവികമായും ജാമ്യം ലഭിച്ചു എന്ന് തന്നെ പറയാവുന്നൊരു സാഹചര്യം. ഇനിയിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാകും. ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യമാകും. പക്ഷെ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ഇനി, അല്ലേ? അതായത് ഈ കോടതി അന്തിമ ഉത്തരവിലേക്ക് കടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3:30 ഉത്തരവ് പറയാം എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. ഏതായാലും ജാമ്യം എന്ന നിലയിലേക്ക് തന്നെ കോടതി പറഞ്ഞു. പക്ഷേ ജാമ്യം നൽകാം എന്ന് കോടതി ഓപ്പൺ കോടതിയിൽ പറഞ്ഞു. പക്ഷേ അത് ഉത്തരവ് 3:30 ശേഷം പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജാമ്യം നൽകി കോടതി ഉത്തരവ് പറഞ്ഞിട്ടില്ല. അപ്പോ ഈ ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചു എന്ന് നമുക്ക് നൽകാനാകുമോ? ഇല്ല, ജാമ്യം ലഭിച്ചിട്ടില്ല. ജാമ്യം നൽകാം എന്ന് കോടതി വ്യക്തമാക്കി ഓപ്പൺ കോടതിയിൽ പറഞ്ഞു. വാക്കാൽ പറഞ്ഞു. ഉത്തരവ് 3:30 പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞ് ആ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് ജാമ്യം നൽകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജാമ്യം നൽകി കോടതി ഉത്തരവ് പറഞ്ഞിട്ടില്ല. ജാമ്യം നൽകാം എന്നുള്ളതാണ് കോടതിയുടെ നിലപാട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.